മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, മരവിപ്പിക്കുന്ന 3 കൊലപാതകങ്ങൾ കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അരങ്ങേറുകയുണ്ടായി. അതിൽ ഇന്നലെ നടന്ന രണ്ടെണ്ണത്തെപ്പറ്റി ആദ്യം പറയാം. ഒന്ന്, അതിലൊരു ഇന്ത്യക്കാരൻ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ ഒരു കാര്യം. ഡാലസിൽ ഒരു മോട്ടലിലെ ജോലിക്കാരനായിരുന്ന ചന്ദ്ര നാഗമല്ലയ്യ, അയാളെ മറ്റൊരു സഹപ്രവർത്തകൻ ആ മോട്ടലിൻ്റെ മുന്നിൽ വെച്ച് വടിവാളുകൊണ്ട് വെട്ടിക്കൊന്ന് അതിന് തലയറുത്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്, പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാൽ പോലും അത് കണ്ട ഒരു സ്ത്രീ പറയുന്നത്, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റൊരാളുടെ തലയറുക്കാൻ മാത്രം കിരാതമായ ആ ദേഷ്യവും അരിശവും എങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടായി എന്ന് നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഈ മോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ലീഗലാണോ ഇല്ലീഗലാണോ, അവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ പേരിൽ നിന്നാണ് ചന്ദ്ര നാഗമല്ലയ്യ എന്തായാലും ഇന്ത്യക്കാരനാകാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഇന്നലെ തന്നെയാണ് മറ്റൊരു സംഭവം. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു മുഖ്യ വക്താവായ ചാർലി കർക്ക്, 31 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം 18 വയസ്സ് മുതൽ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പരിപാടിയുടെ പദ്ധതിയുടെ വളരെ വലിയ സപ്പോർട്ടറും വലിയ പിന്തുണക്കാരനുമായിരുന്നു. യുവജനങ്ങളെ മുഴുവൻ സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ്. അപ്പോൾ കോളേജ് ക്യാമ്പസുകളിലും ഒക്കെ അദ്ദേഹം വലിയ ഒരു ഹരമായിരുന്നു. അപ്പോൾ 2 മക്കളുടെ അപ്പനാണ്, ഭാര്യയുണ്ട്, 2 മക്കളുടെ അപ്പനാണ്. അപ്പോൾ അദ്ദേഹം ടേണിംഗ് പോയിൻ്റ് USA എന്ന ഒരു തീവ്ര വലതുപക്ഷ പ്രസ്ഥാനം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളോടൊക്കെ നമുക്കും യോജിപ്പുണ്ട്. ഈ ഗർഭഛിദ്രം, അനിയന്ത്രിതമായ ഗർഭഛിദ്രം പാടില്ല. അതുപോലെ തന്നെ ഈ LGBTQ എന്നും പറഞ്ഞ് അതൊരു മതം പോലെ അതിനോടുള്ള എതിർപ്പ്. പിന്നെ അനിയന്ത്രിതമായി തോക്ക് കൈവശം വെക്കാനുള്ള അവകാശം വേണം. അതുപോലെ തന്നെ ഈയിടയ്ക്ക് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ യൂട്ടാ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ തോക്ക് സംബന്ധിച്ചാണ്. ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്ക് തോക്ക് കൈവശം വെക്കാനുള്ള അധികാരം കൊടുക്കരുതെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പോൾ കാരണം കഴിഞ്ഞ ദിവസം സ്കൂളിലെ വെടിവയ്പ്പിന് ട്രാൻസ്ജെൻഡറായ ഒരു പയ്യനോ പയ്യത്തിയോ ആണ് പോയി 2-3 കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തോക്ക് കൈവശം വെക്കാൻ അവകാശമില്ല. കാരണം മനുഷ്യർ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ബിബ്ലിക്കൽ വ്യൂ ആണ് പൊതുവിൽ നമ്മുടെ ആളുകൾക്കുള്ളത്. അതല്ലാതെ മറ്റൊരു രീതിയിൽ പുരുഷനോ സ്ത്രീയോ അല്ലാതെ മറ്റൊരു ജന്മം ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അത് ശാരീരികമായ എന്തെങ്കിലും ഒരു കുഴപ്പം കാരണം വളരെ ചുരുങ്ങിയ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം ഈ ഒരുവിധപ്പെട്ട ആളുകൾ, എന്തെങ്കിലും ഒരു സന്ദേഹം തോന്നുന്ന ആളുകളെ കൂടെ പിടിച്ച് ആണിനെ പിടിച്ച് പെണ്ണും പെണ്ണിനെ പിടിച്ച് ആണുമൊക്കെ ആക്കുന്ന മെഡിക്കൽ പ്രൊസീജിയറൊക്കെ നടത്തുന്നത് വളരെ നിഷ്പ്രയാസവും അത് ഒരു കേമപ്പെട്ട കാര്യമായിട്ട് അമേരിക്കയിൽ കുറച്ച് നാളായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള പ്രചാരണങ്ങൾ അതത്ര മോശമാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. കാരണം പിള്ളേരെയൊക്കെ പിടിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് അവരുടെ തലയിൽ കയറ്റിയിട്ട് ആണിനോട് നീ പെണ്ണാണെന്ന് പറഞ്ഞ് ചെറുപ്രായത്തിൽ പറഞ്ഞതാണ്, എന്നാൽ പിന്നെ ഞാനതായിരിക്കാമെന്ന് തെറ്റിദ്ധാരണ വരുത്തിയിട്ട് എന്നിട്ട് പിന്നെ മെഡിക്കൽ പ്രൊസീജിയർ, ഹോർമോൺ ചികിത്സയോ അല്ലെങ്കിൽ മറ്റ് ചികിത്സകളൊക്കെ നടത്തുന്ന ഒരു സംവിധാനം, അത് വീട്ടുകാരെ പോലും അറിയിക്കേണ്ടതില്ലെന്നുള്ള ക്രൂരമായ നിയമങ്ങളൊക്കെ അമേരിക്കയിലുണ്ട്. അപ്പോൾ വീട്ടുകാരറിയാതെ അത് ചെയ്യാനായിട്ട് അധ്യാപകർക്കും സ്കൂളിനുമൊക്കെ അധികാരം കൊടുക്കുന്ന ക്രൂരമായ നിയമങ്ങൾ. അപ്പോൾ അത്തരം ഹീനകൃത്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതേസമയം തന്നെ ഈ തീവ്രവാദ നിലപാടുകളോട് ഒരനുഭവവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. തീവ്രവാദം എന്ന് പറഞ്ഞാൽ വലത് തീവ്രവാദമുണ്ട്, ഇടത് തീവ്രവാദമുണ്ട്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ 100% അതിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് അതല്ലാതെ വേറൊരു ശരിയില്ല, വേറൊരു കാര്യം അംഗീകരിക്കില്ല എന്നുള്ള ആ നിലപാട്, ആ തീവ്ര നിലപാട്, ആ എക്സ്ട്രീമിസ്റ്റ് നിലപാട്. നേരെ മറിച്ച് ഈ ശ്രീബുദ്ധനും സോക്രട്ടീസും ഒക്കെ പറഞ്ഞ ഒരു ഗോൾഡൻ മീൻ, ഒരു മധ്യവർത്തി നിലപാട്, ഒരു കാര്യത്തിലും അമിതമായ താല്പര്യമോ അല്ലെങ്കിൽ അമിതമായ എതിർപ്പോ ഇല്ലാത്ത ഒരു നിലപാട്, അതായിരിക്കാം എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും ഈ തീവ്ര നിലപാട് ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ആ വീഡിയോ കാണണം. അത് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വീഡിയോ ഉണ്ട്, വളരെ ഈസി ആയിട്ട് എക്സിലും മറ്റും ഈസി ആയിട്ട് കിട്ടുന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്നൊരു വെടി പൊട്ടുന്നു, അങ്ങനെ വീഴുന്നു. ഭയങ്കരം. കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. മനുഷ്യൻ്റെ ആയുസ്സും മനുഷ്യൻ്റെ ജീവിതവും ഇങ്ങനെ നിഷ്കരണം ഒരാളെ കൊല്ലാനായിട്ട് മറ്റൊരാൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് അത് അത്ര ക്രൂരമായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്തായാലും ഈ ചാർലി കെർക്കിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം കൊടുക്കാൻ പോകുന്നു. അദ്ദേഹം അമേരിക്കയുടെ ഏറ്റവും വലിയ പോരാളിയായിരുന്നു. അമേരിക്ക
അമേരിക്കയ്ക്ക് ഒരു ഇരുണ്ട ദിനമാണെന്നൊക്കെ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായാലും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം അത് അർഹിക്കുന്നതാണോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരേ ഒരു കാര്യമുണ്ട്, വയലൻസിന് യാതൊരു സ്ഥാനവുമില്ല നമ്മുടെ ജീവിതത്തിൽ. അത് ഇവിടെ അമേരിക്കയിലാണേലും ഇന്ത്യയിലാണേലും. ഇന്ത്യയിൽ നമുക്കിപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പം ആളുകളെ പോയി തല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ആ പരിപാടിയുണ്ട്. ഇപ്പം അത് ചില സംഘടനകൾ അതിൻ്റെ ആളുകളാണ്. അത് വലിയ കേമമായിട്ട് അവർ ചിത്രീകരിക്കാറുമുണ്ട്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ഭിന്നതകളുണ്ടാവാം. പക്ഷേ മറ്റു മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു പരിപാടിയും നമുക്ക് അംഗീകരിക്കാനാവില്ല. അപ്പം അക്കാര്യത്തിൽ അത് സന്ദേഹമില്ലാത്തൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഇൻസിഡൻറ്റ് 2-3 ദിവസം മുമ്പാണ്. നോർത്ത് കാരോലിനയിലൊരു ഷാർലറ്റിൽ അവിടെ തീവണ്ടിയിൽ പോവുകയായിരുന്ന ഒരു ഉക്രൈനിയൻ വനിത, 23 വയസ്സ്, ഐറീന സരുസ്റ്റ. അപ്പോൾ അവർ ഒരു സാധു സ്ത്രീ, ഉക്രൈനിയിൽ നിന്ന് അഭയാർത്ഥിയായി വന്നതാണ്. അവർ ട്രെയിനിലിരിക്കുന്നു. പുറകിൽ നിന്ന് ഒരു ഭ്രാന്തൻ, അവൻ്റെ പേര് ഡിക്കാർലോസ് ബ്രൗൺ, യവൻ വന്നിട്ട് ഇവരെ കുത്തിക്കൊല്ലുന്നു. അവരുടെയും കഴുത്തറക്കും അങ്ങനെ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. എന്തൊരു ഭയങ്കരമാണ്. ട്രെയിനിൽ നമ്മൾ അവരുടെ ആ നോട്ടം, ഇവനെ നോക്കുന്ന ആ നോട്ടം, വാസ്തവം പറഞ്ഞാൽ ആ വീഡിയോയും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാ അത് കാണുന്നത്? നമ്മൾ കണ്ടിട്ട് നമ്മുടെ മനസ്സൂടെ ചീത്തയാകുന്നത്, നമ്മുടെ മനസ്സൂടെ അത് കണ്ട് ആസ്വദിക്കാൻ ഉള്ളത് ഒന്നുമല്ല അതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു. അപ്പോൾ അയാളെയും ഫെഡറൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും അയാൾ വെളിച്ചം കാണില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അയാളെ തൂക്കിക്കൊല്ലാനായിട്ട് അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്ന രീതിയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വധശിക്ഷയൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അയാൾക്ക് മുഴുപ്രാന്താണ്. അപ്പോൾ ഈ അയാളുടെ വീട്ടുകാരും പറയുന്നുണ്ട്, ഈ മുഴുപ്രാന്തനെയൊക്കെ ഇങ്ങനെ തുറന്നു വിടുകയാണോ ചെയ്യേണ്ടത്? കത്തിയോ ആയുധമൊക്കെ കൊടുത്ത് ഈ പ്രാന്തില്ലാത്ത മനുഷ്യരെ ആക്രമിക്കാനും മനുഷ്യർക്ക് ദ്രോഹം ചെയ്യാനും. അപ്പോൾ അവരെ പിടിച്ച് കൂട്ടിലിടാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം അതുണ്ടാക്കാനൊട്ട് സമ്മതിക്കത്തുമില്ല. ഈ ഭ്രാന്തന്മാരെ ഒന്നും പിടിച്ച് കൂട്ടിലിടാൻ സമ്മതിക്കത്തുമില്ല. എന്നിട്ട് അവരെ തുറന്നു വിടും. ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുകയും ചെയ്യും. നമ്മളതെല്ലാം സാക്ഷികളാകേണ്ടിയും വരും. എന്തായാലും ഈ ആളുകൾ മരിക്കുന്നതും കൊല്ലപ്പെടുന്നതും അത് കേൾക്കാനും വായിക്കാനും ഒരു സുഖമുള്ള കാര്യമല്ല. അപ്പോൾ ഇവർക്ക് ഈ ദുര്യോഗത്തിൽ നമ്മൾ ഏറെ ദുഃഖിക്കുന്നു. അക്രമത്തെ ഒരു കാരണവശാലും നമുക്ക് അനുകൂലിക്കാനാവില്ല. നമുക്ക് പല എതിർപ്പുകളും പല വിരോധങ്ങളും ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ട് നമ്മൾ അക്രമത്തിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? അതാണ് ഞാൻ ഓർക്കുന്നത്. ഈ തീവ്ര വലതുപക്ഷവും ഇടതുപക്ഷവും എന്നൊക്കെ പറയുന്നു. ഈ പറയുന്നവരെല്ലാം നല്ല ക്രിസ്ത്യാനികളും മറ്റുമാണ്. ഈ ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? ഇതൊക്കെയാണോ പഠിപ്പിച്ചത്? അക്രമവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള തീവ്ര നിലപാടുകളും ഇതൊക്കെയാണോ പഠിപ്പിച്ചത്? എന്തായാലും ആ മരിച്ചുപോയവർക്ക് നമുക്ക് നിത്യശാന്തി നേരാം. ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം.